ഈ ദുർഗാതത്തിന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. നാവെടുക്ക പ്രാണിയെ പോലെ കരയാൻ മാത്രം വിധിക്കപ്പെട്ട നിഷ്കളങ്കയായ ഈ പെൺകുട്ടി അപമാനം ഭയന്ന് നാളെ കുഞ്ഞെ ദാണ്ട് കിടക്കുന്നുണ്ട് അനിയന്മാര്. ഒന്നതാ ജീപ്പ് കിടപ്പുണ്ട്. എന്റെ വീട് ജപ്തി ചെയ്യണമെങ്കിൽ നീയൊക്കെ രണ്ടാമത്. ഞാനുണ്ട് ഒരപേക്ഷ, രാജാവിനോട് ചോദിക്കാൻ ഒരപേക്ഷ. എന്നും എനിക്കായി ഞാൻ ബാക്കി വെച്ചിരുന്നു ഈ യാത്രയിൽ. രണ്ടു നേരമെങ്കിലും തികച്ചും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ. നിയമത്തിന്റെ പിന്തുണയും പറഞ്ഞ് കുറെ ഗുണ്ടകളെയും കൂട്ടി ഇവിടെ ലോഡിറക്കാൻ വന്നാൽ സുൽത്താന. എന്റെ പേരിൽ ഒരു കേസ് പോലും നിലവിലില്ല. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. കുറഞ്ഞ പക്ഷെ ഒരു